ഹലോ, വെൽക്കം ടു ഹോം ഗ്രൂൺ റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് സോസ് പാസ്ത. ഇതെല്ലാവരും വേറെ വേറെ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ള ക്രീമി റെസിപ്പിയാണ്. അതുമല്ലാണ്ട് നമുക്ക് ഡിന്നറിലൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനായി ഞാനിവിടെ ഒരു 2.5 കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്. അത് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് വെള്ളം തിളക്കുമ്പോൾ നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ സോൾട്ടും അതോടൊപ്പം തന്നെ ഈ പാസ്തയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാസ്ത നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതിനൊന്ന് ഡ്രെയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ ഓയിൽ ആഡ് ചെയ്യാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഓരോന്നായി തന്നെ കിട്ടും, പറ്റിപ്പിടിക്കാണ്ട്. എന്നിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് വേറെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ ഇല്ലെങ്കിൽ ഘീ യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായപ്പോൾ ഇതിലേക്കൊരു 10-11 വെളുത്തുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം നന്നായി ഒന്ന് കുക്ക് ചെയ്യാം. ക്യാപ്സിക്കം കുക്ക് ചെയ്ത ശേഷം നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. അതായത് നമ്മൾ കുരുമുളകും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ച ചിക്കനാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിനെ വേറെ മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ചേർക്കാം. നെയ്യില്ലെങ്കിൽ ബട്ടർ ചേർത്താലും മതി. എന്നിട്ട് അതിലേക്ക് 1 സ്പൂണ് മൈദ ചേർക്കാം. മൈദ ചേർത്ത് പെട്ടെന്ന് തന്നെ അതിനൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കാം. കാരണം ഇല്ലെങ്കിൽ അത് പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലോ ഫ്ലെയിം ചെയ്ത് ഇത് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽ ചേർക്കാം. അപ്പോൾ പാൽ ചൂടായി തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, റെഗുലറായിട്ടുള്ള ഇത് മതി. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് തിളപ്പിക്കാനായി വെക്കാം. അപ്പോൾ ഇത് നന്നായി തിളക്കുമ്പോൾ നമ്മൾ മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ച ചിക്കനിൻ്റെ മിക്സ്ചർ ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പാസ്ത മൊത്തത്തിലായിട്ട് നല്ലവണ്ണം ക്രീമി കോട്ടഡ് ആയിരിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അവസാനമായി നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, അതായത് പാസ്ത സീസണിങ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത സെർവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലായി കുറച്ച് പാസ്ത സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ സെർവ് ചെയ്യാം. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. അതുമല്ലാണ്ട് നമ്മൾക്ക് ഇത് ഡിന്നറിലൊക്കെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. സിമ്പിളായിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.